ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലിവിങ് വേൾഡ്. നമ്മളൊരു ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പോലെയാണ്. എന്നാൽ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് സുവോളജിയും സുവോളജിയും ബോട്ടണിയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ് എടുക്കുക. നല്ല ക്വാളിറ്റി ആയ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കോഡ്സും ട്രിക്സും നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, പോരാത്തതിന് നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ NCERT നമ്മൾ നോക്കുന്നു, അതിൽ നിന്ന് ഓരോ ലൈൻ ബൈ ലൈൻ പഠിച്ചിട്ട് അതിൻ്റെ നോട്ട്സ് ആ ലൈൻ ടു ലൈൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പോരാത്തതിന് ഇതിൽ എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് ചാപ്റ്ററിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ പഠിക്കാനുള്ള ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 300 അല്ലെങ്കിൽ മിനിമം ഒരു ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ ഒരു 400-500 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യും, എല്ലാവിധ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇത് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നീറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ദ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവിക്കുന്ന ജീവന്റെ ലോകം അല്ലെങ്കിൽ ജീവലോകം എന്നൊക്കെ പറയാം, ദ ലിവിങ് വേൾഡ്. ഓക്കെ, നമ്മളിതിൽ ആദ്യം പഠിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞത് ആദ്യം പഠിക്കാനുള്ളത് നമ്മൾ ബയോളജി എന്താണെന്നാണ്. ഓക്കെ, ബയോളജി എന്താണ്? ബയോളജി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ലൈഫ് ഫോംസും ലിവിങ് പ്രോസസ്സും. ബയോളജിയിൽ ബയോളജി എന്ന് പറയുന്നത് ഈ സംഭവം നമ്മൾ ആദ്യം പഠിക്കുക ഈ ലോജി എന്ന് പറയുന്ന എന്ത് സംഭവം പഠനത്തിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ബയോനെ കുറിച്ചുള്ള പഠനം ആണ് ബയോളജി. ഓക്കെ, ആ ബയോളജിയിൽ നമ്മൾ എന്തിനൊക്കെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിന്റെ ഫോംസ്, ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സംഭവം അല്ലല്ലോ. ഒരു ജീവന് പല രീതിയിലുള്ള ഫോംസ് ഉണ്ട് അല്ലേ? അത് മനുഷ്യനാവാം, അതൊരു മൃഗമാവാം, അതൊരു പക്ഷിയാവാം, അതൊരു ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, നെമറ്റോഡ് ആവാം, എന്ത് സംഭവമാവാം. ജീവനുള്ള വസ്തുക്കൾ പല രീതിയിലാണ്, പല ഫോമുകളിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്നാൽ ലൈഫിന്റെ ഫോമിനെ കുറിച്ച്, ലൈഫ് ഫോം അതുപോലെ തന്നെ ലിവിങ് പ്രോസസ്സും, എന്നാൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവി അതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സാണോ ചെയ്യുന്നത് എന്നാൽ അത് ബ്രീത്ത് ചെയ്യാം. ഓക്കെ, അത് ശ്വസിക്കാം. ഓക്കെ, രണ്ടാമത് എന്ന് പറയുന്നത് അതിൻ്റെ ഡൈജഷൻ ഉണ്ടാവാം, ബ്രീത്തിങ് ഉണ്ടാവാം, പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻസ് ഉണ്ടാവാം, എന്നിട്ട് സെൽ ഡിവിഷൻസ് ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ലിവിങ് പ്രോസസ്സിൽ വരും. ഓക്കെ, ജീവനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾ ചെയ്യുന്ന പ്രോസസ്സാണ് ലിവിങ് പ്രോസസ്സ്. അപ്പോൾ ബയോളജി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലൈഫിന്റെ ഫോംസുകളും അതുപോലെ തന്നെ ലിവിങ് പ്രോസസ്സുകളുടെയും ഒരു കോമ്പിനേഷനാണ് ബയോളജി. ഇപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത് ഇനാനിമേറ്റും ആനിമേറ്റും എന്താണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ വായിച്ചാൽ മനസ്സിലായി ആനിമേറ്റ് അല്ലാത്തത് അല്ലെങ്കിൽ ആനിമേറ്റ്. ഓക്കെ, ആനിമേറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആനിമേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആനിമേഷൻ കാണുന്നവരൊക്കെ എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ജീവനുള്ള വസ്തുക്കൾ നമ്മൾ ആനിമേറ്റഡ് അല്ലാത്തൊരു സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റില്ലായിരിക്കും, അത് അവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇപ്പൊ ആനിമേറ്റഡ് തന്നെയല്ലേ അതിങ്ങനെ നടക്കുക അല്ലെങ്കിൽ അതിങ്ങനെ ഓടുക അല്ലെങ്കിൽ അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആനിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്സ് ദാറ്റ് ഹാവ് ലൈഫ്, ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ആനിമേറ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആനിമേറ്റഡ് ആണ്, ആനിമേറ്റ് ആണ്. ഓക്കെ, ഒരു മൃഗം എന്ന് പറയുന്നത് ആനിമേറ്റ് ആണ്, ഒരു ബാക്ടീരിയ ആനിമേറ്റ് ആണ്. കാരണം അതിനെന്തുണ്ട്? തിങ്സ് ദാറ്റ് ഹാവ് ലൈഫ്, അതിന് ജീവനുള്ള വസ്തുവാണ്. ജീവനുള്ള വസ്തു എന്തൊക്കെ ചെയ്യും? ഗ്രോ ചെയ്യും, വളരും ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. ഓക്കെ, നമ്മൾ ജീവനുള്ള വസ്തുക്കൾ സമയത്തിനനുസരിച്ച് അത് വളരാനും അത് വികസിക്കാനും അതുപോലെ തന്നെ വളർന്ന് വലുതാവാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ ആനിമേറ്റ് ഒബ്ജക്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ആനിമേറ്റ് ആയിട്ടുള്ള തിങ്സ് എന്ന് പറയുക, ആനിമേറ്റഡ് തിങ്സ്.
അതിൽ ആനിമൽസ് വരാം, പ്ലാന്റ്സ് വരാം, ബാക്ടീരിയ വരാം. ഓക്കെ, ഇനി അടുത്തത് തന്നെ ഇനാനിമേറ്റ് ആണ്. ഇനാനിമേറ്റ് എന്ന തിങ്സ് ദാറ്റ് ഡോണ്ട് ഹാവ് ലൈഫ്. ജീവനില്ലാത്ത വസ്തുക്കൾ എന്താണോ അതിനാണ് നമ്മൾ ഇനാനിമേറ്റ് എന്ന് പറയാം. ഓക്കെ, അവര് എന്താവില്ല, അവര് വളരില്ല, ദേ കാൺ മൂവ് ഓൺ ദെയർ ഓൺ. എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് നടന്നു പോകാനോ, സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുക, സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനോ, എന്നാൽ പുതിയൊരു സംഭവം ഉണ്ടാക്കാനോ, അതുപോലെ തന്നെ അതിന് ബ്രീത്ത് ചെയ്യാനുള്ള കഴിവോ, അല്ലെങ്കിൽ ലൈഫ് ഫോമോ, അല്ലെങ്കിൽ ലിവിങ് പ്രോസസ്സുകളോ ഇനാനിമേറ്റിൽ ഉണ്ടാവില്ല. ജീവനില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇനാനിമേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വിൻഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുവാണ്. ഫയറിൽ ജീവനില്ല. ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്മ ഫോം ഓഫ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വായു, അല്ലെങ്കിൽ വിൻഡ് തന്നെ കാറ്റിനൊന്നും എന്തില്ല, ജീവനില്ല. ബട്ട് ഇറ്റ്സ് ഹാപ്പൻസ്. എന്നാൽ അത് നടക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, അതിന് ജീവനില്ല. അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുക, സ്പെസിഫിക് ആയിട്ടാണ് ആന്ത്രോപ്പോസെൻട്രിക്. ആന്ത്രോപ്പോസെൻട്രിക് എന്നൊരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക NCERT കാണാൻ കഴിയും. ആന്ത്രോപ്പോസെൻട്രിക്. ഈ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററാണ്. എന്തിനാണ് നമ്മൾ സെന്ററാക്കി വെക്കുന്നത്? ആന്ത്രോപോളജി അല്ലെങ്കിൽ ആന്ത്രോ സംഭവം എന്ന് പറഞ്ഞ സംഭവത്തിന് സെന്ററായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ ആന്ത്രോപോളജി അല്ലെങ്കിൽ ആന്ത്രോപോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ് അതിലെ സെൻട്രൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻറ്റൈറ്റി. മനുഷ്യനായിരിക്കും അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ മനുഷ്യനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. മനുഷ്യനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്, മനുഷ്യൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ സിമിലാരിറ്റീസ് നോക്കുന്നു, മറ്റുള്ള ജീവികളായിട്ട് ഒക്കെ നോക്കുന്നത് മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആക്കി വെച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പം അതിനെയാണ് നമ്മൾ ആന്ത്രോപ്പോസെൻട്രിക് എന്ന് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് ഷെയറിങ് സിമിലാരിറ്റീസ് എമംഗ് ഓർഗാനിസംസ്. ഏതൊരു ഓർഗാനിസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു ജീവിവർഗം, ഈ ലോകത്തുള്ള ഏതൊരു ജീവിവർഗം എടുത്താലും അതിന് കുറച്ച് സിമിലാരിറ്റീസ് എല്ലാവരുമായിട്ടുണ്ടാകും. ഇപ്പൊ നമ്മളൊരു ആമസോൺ മഴക്കാടുന്ന ഒരു പാമ്പിനെ എടുത്തു. ആ പാമ്പിന് എന്തുണ്ട്? കണ്ണുണ്ട്. നമുക്കും എന്തുണ്ട്? കണ്ണുണ്ട്. ആ പാമ്പിന് ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്കും ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ പാമ്പ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കും എക്സ്ക്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാലും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ പാമ്പും ഞാനും ഒന്നാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പാമ്പ് വേറെയാണ്, ഞാൻ വേറെയാണ്. മനുഷ്യൻ വേറെ, പാമ്പ് വേറെ. പക്ഷെ അവർ തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റീസ് ഒന്നെങ്കിൽ വെർട്ടിക്കൽ ആവാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആവാം. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർട്ടിക്കലായി ചിന്തിക്കുന്നതാണ് കുത്തനെ വരുന്നത്. എന്നാലും മോളം താഴോട്ട് വരുന്ന സാധനമാണ് നമ്മൾ വെർട്ടിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനത്തെ രീതിയിലാണ്. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരിക ഒരു സംഭവം, അതിനാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഈ റെയിൽ പാളൊക്കെ പോലെ പാരലായിട്ട് പോകുന്നില്ലേ, അങ്ങനെയുള്ള സാധനമാണ് ഹൊറിസോണ്ടൽ സാധനം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞ സംഭവം വരുന്നേരം മുകളിൽ നിന്ന് താഴോട്ട് വരും. എന്നാൽ നമ്മുടെ അച്ഛനമ്മമാരെടുത്ത് നിന്ന് മക്കൾക്ക് കിട്ടുന്നത് എന്താണോ അതിനാണ് നമ്മൾ വെർട്ടിക്കൽ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സിമിലാരിറ്റീസ് ഇൻഹെറിറ്റഡ് ഫ്രം ancestors through evolutionary descent. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരില്ലേ, അച്ഛൻ്റെ 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 അച്ഛൻ, അമ്മേൻ്റെ 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 അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ അവര് അവിടുന്ന് നമ്മളിലേക്ക് വരുന്ന ഒരു സംഭവം തന്നെ എവല്യൂഷനാണ്, പരിണാമമാണ് വരുന്നത്. അപ്പോൾ പരിണാമം എന്ന് പറഞ്ഞാൽ വെറും അച്ഛൻ്റെ 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 അടുത്ത് മാത്രമല്ല, അതിൻ്റെ ഒരു എത്രയോ ജനറേഷൻ നമ്മൾ പറയുന്നുണ്ട്. പരിണാമപരമായിട്ട് നമ്മൾ പറയുന്നേരം ഒരു കുരങ്ങനിൽ നിന്നാണ് നമ്മൾ ഉണ്ടായെന്ന് പറയാം, മനുഷ്യനുണ്ടായത്. അപ്പൊ അങ്ങനെ വരുന്നൊരു ആ കുരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഹോമോ എറക്ടസ് ഉണ്ടായി, പിന്നെ ഹോമോ ഹെബിലീസ്, അങ്ങനെ അങ്ങനെ വന്ന് 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 മോഡേൺ മാൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഹോമോ സാപ്പിയൻസ് ആണ്. ഓക്കെ, ആ ഒരു സംഭവം ഒരു ഒരു വെർട്ടിക്കൽ സിമിലാരിറ്റി ആണ് ഇതിൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട്. എന്നാലും മുകളിലുള്ള ആൻസിസ്റ്റേഴ്സ് ആണ്, നമ്മുടെ പൂർവികർ നമ്മളിലേക്ക് വരുന്ന സിമിലാരിറ്റീസ്, നമ്മളിലേക്ക് വരുന്ന ആ ക്യാരക്ടർ എന്തൊക്കെയാണോ, അവരും നമ്മൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണോ, അതാണ് നമ്മൾ വെർട്ടിക്കൽ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ അൺറിലേറ്റഡ് ഓർഗാനിസം. അത് എന്തും എടുക്കുക. ഒരു മനുഷ്യനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ ഒരു പാമ്പിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്തിട്ട് പോലും
ഹൊറിസോണ്ടൽ സിമിലാരിറ്റീസ് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ബിറ്റ്വീൻ അൺറിലേറ്റഡ് ഓർഗാനിസം. ഹൊറിസോണ്ടൽ സിമിലാരിറ്റീസ് എങ്ങനെയാണ്? ഒരു പാമ്പും ഒരു മനുഷ്യനും നോക്കുന്ന പാമ്പിന് കണ്ണ് കാണാൻ കഴിയുന്നുണ്ട്, എനിക്കും കണ്ണ് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സിമിലാരിറ്റീസ് വരുന്നേരം അതിന് നമ്മൾ ഹൊറിസോണ്ടൽ സിമിലാരിറ്റീസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അവസാനം പഠിക്കാനുള്ള എന്നാൽ കംപ്രൈസസ് അമേസിങ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ലോകം. ജീവന്റെ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവന്റെ ഫോമുകളുണ്ട്. ആ ജീവന്റെ ഓരോ ഫോമുകളും പല രീതിയിലായിരിക്കും, പല ഷേപ്പുകളിലായിരിക്കും അല്ലെ. പല ഷേപ്പുകളിലാണ്, പല എന്താ പറയാ സൈസ്, ഷേപ്പ്, അതിന്റെ സ്ട്രക്ചർ ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ ഒരു ജീവി മറ്റൊരു ജീവി ഒരുപോലെയാണോ എന്ന് വെച്ചാൽ അല്ല, ഒരിക്കലുമല്ല. എന്നാൽ പട്ടിയും പൂച്ചയും ഒരുപോലെയാണോ? അല്ല, ഒരിക്കലുമല്ല. പട്ടി വേറെ, പൂച്ച വേറെ. പക്ഷെ അതിന്റെ അതേപോലെ തന്നെ എത്രയോ തരം ജീവികൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ജീവന്റെ ലോകത്തുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ? ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, ആ ലിവിങ് ഓർഗാനിസത്തിന്റെ ഡൈവേഴ്സിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് മേയർ. ഏണസ്റ്റ് മേയറിനെ കുറിച്ച് നല്ല അടിപൊളിയായിട്ട് പഠിക്കേണ്ട ഒരു സയന്റിസ്റ്റാണ്. നല്ല എന്താ പറയുക, നമ്മളൊരു പണ്ടൊരു പഴയ രീതി നമ്മളൊരു കാര്യം പറയും. എന്നാൽ ഹിസ്റ്ററി ആരാണോ പഠിക്കുന്നത്, ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ MSc PhDയിലൊക്കെ ഫസ്റ്റ് ഇയർ ഉള്ള സമയത്തൊക്കെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളോട് പറയും ഹിസ്റ്ററി പഠിക്കാൻ. ഹിസ്റ്ററി പഠിക്കുന്നത് എന്താ വെച്ചാൽ ഹിസ്റ്ററി പഠിക്കുന്നത് ആരാണോ അവരാണ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. അവരാണ് കൂടുതൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ നമ്മൾ ഹിസ്റ്ററി എപ്പോഴും പഠിക്കേണ്ട സംഭവമാണ്. അപ്പൊ അതിലൊരു സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഈ സയന്റിസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഈ ബയോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകും. ഓക്കെ, ഏണസ്റ്റ് മേയർ എന്നാണ് ഇയാളുടെ പേര്. തലയിൽ മുടിയൊന്നുമില്ല. കൂടുതൽ സയന്റിസ്റ്റുകളും ഇങ്ങനെ തന്നെയാണ്. പണ്ടുള്ള സയന്റിസ്റ്റുമാരൊക്കെ ഏകദേശം തലയിൽ മുടിയില്ലാതെ നരച്ചിട്ടോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടാവുക. കാരണം അവർക്ക് അത്രയും സ്ട്രെസ് എടുത്തിട്ടും അങ്ങനെ എന്താ പറയാ പഠനം എന്ന് മാത്രം ചിന്തിച്ചിട്ട് അത്രയും സ്ട്രെസ് എടുത്തിട്ട് പഠിച്ചെടുത്ത് അവസാനം കിട്ടുന്ന ഒരു സംഭവമാണ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏണസ്റ്റ് മേയർ ജനിച്ചത് ജൂലൈ 1904 എന്നാണ് വെച്ചാൽ 1904 അപ്പോൾ നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 1900 എന്നാൽ 900 സമയത്താണ് ജനിച്ചത്. 1900 അയാൾ ജനിച്ചത് എന്ന് പഠിച്ചാൽ മതി. ജൂലൈ 5 ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എന്താ പറയാ, നമ്മൾ പറയില്ല എന്താ പറയാ, മെയിനായിട്ട് നീറ്റ് എക്സാമിനൊക്കെ ബേസ് ചെയ്ത് നോക്കുന്നേരം ലൈൻ ബൈ ലൈൻ പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? 5 ജൂലൈ 1904 നമ്മുടെ ഏണസ്റ്റ് മേയർ ജനിച്ചത്. ബോൺ ഇൻ 5 ജൂലൈ 1904. ഓക്കെ, 1904 ജൂലൈ 5 ജൂലൈ 5 ഏണസ്റ്റ് മേയർ ജനിച്ചത്. എന്നാണ് ഏണസ്റ്റ് മേയർ എന്നാ ജനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1904 ജൂലൈ 5. ഓക്കെ, ജൂലൈ 5 1904 ആര് ജനിച്ചു എന്ന് വെച്ചാൽ ഏണസ്റ്റ് മേയർ. എവിടെയാണ് ജനിച്ചത്? കെംപ്ടൺ, ജർമ്മനി. ഒരു ജർമ്മൻ സയന്റിസ്റ്റാണ്. ഓക്കെ, ഒരു ജർമ്മൻ സയന്റിസ്റ്റാണ് ഏണസ്റ്റ് മേയർ. ഏണസ്റ്റ് മേയർ എന്ന് ജനിച്ചു എന്ന് വെച്ചാൽ 1904 ജൂലൈ 5. എവിടെ ജനിച്ചു? കെംപ്ടൺ, ജർമ്മനി. ജർമ്മൻ സയന്റിസ്റ്റ് ആണോ? ഈസ് എ ജർമ്മൻ. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇയാളൊരു ജർമ്മൻ സയന്റിസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഹി ഈസ് എ ജർമ്മൻ സയന്റിസ്റ്റ്. അദ്ദേഹം എന്താണ്? ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. പോരാത്തതിന് അയാളൊരു എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. എവല്യൂഷണറി ബയോളജിന്റെ പരിണാമത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിസ്റ്റ് ആണ് ശരിക്കും ഏണസ്റ്റ് മേയർ. ഏണസ്റ്റ് മേയർ എന്താണെന്ന് വെച്ചാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിണാമം എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ് ഏണസ്റ്റ് മേയർ. ഓക്കെ, പരിണാമത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. പരിണാമ ബയോളജി. ഓക്കെ, പരിണാമത്തിലൂടെ വരുന്ന ബയോളജി അല്ലെങ്കിൽ പരിണാമത്തിലൂടെ വരുന്ന ബയോളജി അതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് ഏണസ്റ്റ് മേയർ. ഇദ്ദേഹത്തിന്റെ ഒരു പേര് എന്ന് പറഞ്ഞാല് ദ ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിന്റെ ഡാർവിൻ എന്ന് പറഞ്ഞാലാണ് ഏണസ്റ്റ് മേയർ. ഡാർവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പരിണാമപരമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡാർവിൻ കണ്ടെത്തും അല്ലെ.
പക്ഷേ ദ ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിന്റെ ഡാർവിൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണസ്റ്റ് മേയറാണ്. അപ്പൊ ഏണസ്റ്റ് മേയറിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഏണസ്റ്റ് മേയർ ജനിച്ചത് എന്താണെന്ന് വെച്ചാൽ 1904 ജൂലൈ 5-ന്. 1904 ജൂലൈ 5-ന് എവിടെയാണ് ജനിച്ചതെന്ന് വെച്ചാൽ കെംപ്ടൺ, ജർമ്മനിയിലെ കെംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അയാൾ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എൻ എവല്യൂഷണറി ബയോളജിസ്റ്റ്. പരിണാമത്തിലൂടെ ബയോളജീനെ പഠിച്ച, അല്ലെങ്കിൽ പരിണാമത്തിലൂടെ ബയോളജി എന്ത് മാറ്റാണ് വന്നത് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിരുന്നു. അയാളെ എന്തായിരുന്നു വിളിച്ചത് എന്ന് വെച്ചാൽ ദ ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരെ ഡാർവിൻ ഓഫ് 19th സെഞ്ചുറി ഒരിക്കലും ഏണസ്റ്റ് മേയർ അല്ല. ഇപ്പൊ ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിലെ ഡാർവിൻ എന്ന് പറഞ്ഞ ആളാണ് ഏണസ്റ്റ് മേയർ. ഓക്കെ. പോരാത്തതിന് അദ്ദേഹത്തിന് ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി, മൂന്ന് ക്രൗൺ ക്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ, എന്താ പറയാ, കിരീടം. സിംഹാസനല്ല, കിരീടത്തിനാണ് നമ്മൾ ക്രൗൺ എന്ന് പറയാം. ട്രിപ്പിൾ ക്രൗൺ, മൂന്ന് കിരീടം വെച്ച ഒരാളാണ്. ഒരു രാജാവിനെ പോലെയാണ് ഒരു ബയോളജിസ്റ്റ്. എന്താ പറയാ, നമ്മുടെ പഠനത്തിനെ സംബന്ധിച്ച് നമ്മളിത് പഠിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട്. ലിവിങ് വേൾഡ് അല്ലെങ്കിൽ ജീവന്റെ ലോകം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം, ജീവനെ കുറിച്ചും ജീവന്റെ ലോകങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക. അങ്ങനെ പഠിക്കുന്നേരം നമ്മളെപ്പോഴും മനസ്സിലായി ഈ ഒരു സബ്ജക്റ്റിൽ ഇയാളൊരു രാജാവ് തന്നെയാണ്. ഏണസ്റ്റ് മേയർ ഒരു രാജാവ് തന്നെയാണ്. അയാൾക്ക് എന്തുണ്ട്? 3 കിരീടങ്ങൾ കിട്ടിയിട്ടുണ്ട്. കിരീടങ്ങൾ ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി. ബയോളജിയുടെ 3 കിരീടങ്ങൾ ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി എന്നാണ്. ഓക്കെ, അത് അവാർഡാണ്. ദ ബാൾസൺ പ്രൈസ്. ദ ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി ആൻഡ് ക്രഫൂഡ് പ്രൈസ്. ഇത് തന്നെ 1983, 1994, 1999. ഇത് മുഴുവനായിട്ട് ഇപ്പൊ നമ്മൾ പഠിക്കുക. ബാൾസൺ പ്രൈസ് 1983 ഇങ്ങനെ വായിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ സമയം എടുക്കും. പഠിക്കാൻ പറ്റും, പക്ഷെ സമയം എടുക്കും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ബാൽസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻ എന്ന് പഠിക്കാം. ബാലൻ ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി. എന്നാൽ ഇതില് നമ്മൾ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇവിടെ ഇന്റർനാഷണലാണ്. ബാലൻ എന്ത് ചെയ്തു? ബാലൻ ഇന്റർനാഷണൽ എന്നാല് ഒരു ബാലൻ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ബാലൻ എന്ന് പറഞ്ഞ ഒരാള് ഇന്റർനാഷണൽ ആയിട്ടൊരു ക്രിമിനലാണ്. ഓക്കെ, അപ്പോൾ ഈ ബാലൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്രിമിനലാണ്. അയാൾ എന്ത് ചെയ്തു? ഒരു ക്രഫൂഡ് എന്ന് പറയുന്നത്, ക്രഫൂഡ് അല്ലെങ്കിൽ ക്രാക്കറ എന്ന് പറയുന്ന ഒരു കാക്കയാണ്, അല്ലെ? ക്രാക്കറ എന്ന് പറയുന്ന സാധനം എന്താണ്? കാക്കയാണ്. അപ്പോൾ ബാലൻ എന്ത് ചെയ്തു? ഇന്റർനാഷണൽ ആയിട്ട് കാക്കേനെ പിടിച്ചു. എന്നാൽ കാക്കേനെ, ഈ പ്രൈസ് ആണല്ലോ, പ്രൈസ് അയാൾക്ക് കിട്ടുന്നതാണ്. കാക്കേനെ എടുത്തു, കാക്കേനെ പിടിച്ചു എന്ന് വിചാരിച്ചോ. ഒരു ഇന്റർനാഷണൽ ആയിട്ട് പറന്നു പോകുന്ന ഒരു കാക്കേനെ ബാലൻ പിടിച്ചു. അങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഒരു കാക്കേനെയും കോഴിനെയും ഒരു സാധനത്തിനും പിടിക്കാൻ പറ്റില്ല. കാരണം അത് ഇന്റർനാഷണൽ ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്ന ഒരു കാക്കയായിരിച്ചു. ആ കാക്കേനെ പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമല്ലേ? അങ്ങനെ വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാണ്, ട്രിക്കില് ഒന്നും ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറ്റില്ല, അത് പറ്റില്ല, ഇങ്ങനെയല്ലേ, അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ പറയുന്നത് എന്താണോ അത് പഠിച്ചിട്ടേക്ക. അതാ നിങ്ങൾക്ക് പുതിയൊരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം വരുന്നത് അതിനനുസരിച്ച് ചെയ്താൽ. ഇപ്പൊ ബാലൻ ഇന്റർനാഷണൽ കാക്കേനെ പിടിച്ചു. ഓക്കെ, ബാലൻ ഇത് ഇന്റർനാഷണൽ കാക്കേനെ പിടിച്ചു. ഓക്കെ, ബാലൻ ഇന്റർനാഷണൽ കാക്കേനെ പിടിച്ചു. അപ്പോ പിന്നെ ഈ ഇയറാണ് 1983, 1994, 1999. ഇപ്പൊ നമ്മൾ പഠിച്ചു 1904ലാണ്. 1900ലാണ് ഏണസ്റ്റ് മേയർ ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇനി 99, 94, 83 ഇതെങ്ങനെ പഠിക്കാം? അപ്പൊ അതിനൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ 1, 2, 3 മുതൽ 9 വരെ എഴുതുക, ഒരു 0. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1നെ നമ്മൾ എ എന്ന് പറയും, 2നെ ബി എന്ന് പറയും, 3നെ സി എന്ന് പറയും, 4നെ ഡി എന്ന് പറയും. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ 83 എന്ന് പറയുന്നത് എന്താണ്? HC. ഇപ്പൊ നമ്മൾ പറയും ബാലൻ ഇന്റർനാഷണൽ ആയിട്ട് ഒരു കാക്കേനെ പിടിച്ചു, അതൊരു ക്രൈമാണ്. അപ്പൊ അവിടെ ആര് വരും?
ഹൈക്കോടതി വരും. ഹൈക്കോടതി എന്ത് പറഞ്ഞ്? നല്ല ഇടി ഇടിക്കാൻ. ബാലന് എന്ത് ചെയ്യണം? നല്ല ഇടി ഇടിക്കാൻ പറഞ്ഞു. ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ID തന്നെ 94, 1994 നമ്മൾ ID എന്ന് പറഞ്ഞാൽ 1994. ഇത് 1 എന്ന് പറഞ്ഞത് A, 2 എന്ന് പറഞ്ഞത് B, C, D, E, F, G, H, I, J. അപ്പോൾ നമ്മൾ അപ്പോൾ HCID II. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ബാലൻ ഇന്റർനാഷണൽ ആയിട്ടൊരു കാക്കേനെ പിടിച്ചു. കാക്കേനെ പിടിച്ചപ്പോൾ ഹൈക്കോടതി എന്ത് പറഞ്ഞു? നല്ല ഇടിയിടിക്കാൻ. ഹൈക്കോടതി നല്ല ഇടിയിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാളെ അടിച്ചിടിച്ച് കഴിഞ്ഞാൽ അയാൾ വടി പോലെയാവും അല്ലേ? നല്ല തല്ല് കിട്ടി പിഴിഞ്ഞ് പോലീസുകാരെ ഇടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഒരു വടി പോലെ ഉണ്ടാവുള്ളൂ, ആളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന നേരം കുറച്ചൊരു പ്രശ്നം ഉണ്ടാകുന്ന പോകും. നമുക്ക് ഇപ്പം എങ്ങനെയാണ് ഞാൻ ആലോചിക്കുക ഒക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഒരിക്കലും മറക്കില്ല. ഒരിക്കലും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവേ അല്ലെങ്കിൽ എന്താ പറയുക ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ബാൽസൺ പ്രൈസ് ഏത് ഇയറിലാണ്, അപ്പോൾ സ്പോട്ടിൽ 1983 അങ്ങനെ ആയിരിക്കണം. ഓക്കെ. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പല രീതിയിലുള്ള ട്രിക്സും ടിപ്സും അതുപോലെ കണക്ഷനൊക്കെ വെച്ചിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, അലക്സാണ്ടർ അഗാസിസ്, പ്രൊഫസർ ഓഫ് സുവോളജി എമറൈറ്റ്സ്. ഇത് ഇയാളുടെ പേരാണ്. ഓക്കെ. ഏണസ്റ്റ് മെയറിന്റെ പേരാണ് അലക്സാണ്ടർ അഗാസിസ്. അലക്സാണ്ടർ ഇത് വേറെ ആയിട്ട് പഠിക്കണം. ഓക്കെ. അലക്സാണ്ടർ അഗാസിസ്, പ്രൊഫസർ ഓഫ് സുവോളജി എമറൈറ്റസ്. എമറൈറ്റസ്. ഈ സംഭവം നമ്മൾ എന്താ പറയാ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിച്ചോ, ഇപ്പോൾ എന്താ പറയുക ബയോളജീൻ്റെ എക്സാം വരുന്നു, ഇതൊന്നും ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ. പക്ഷെ നമ്മൾ നീറ്റ് എക്സാം വരുന്നേരം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏണസ്റ്റ് മെയറിൻ്റെ പേരെന്തായിരുന്നു വെച്ചാൽ അലക്സാണ്ടർ അഗാസിസ്, പ്രൊഫസർ ഓഫ് സുവോളജി എമറൈറ്റസ്. ഓക്കെ. ഓരോരുത്തർക്കും ഓരോ ടൈറ്റിൽ ഉണ്ട്. ഓക്കെ. അത് ഇയാളുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ അഗാസിസ്, പ്രൊഫസർ ഓഫ് സുവോളജി എമറൈറ്റസ്. ഈ നമ്മുടെ ഏണസ്റ്റ് മെയറിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ദ സെൻട്രൽ ക്വസ്റ്റ്യൻ ഓഫ് എവല്യൂഷണറി ബയോളജി. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് അല്ല, സ്പീഷീസിന്റെ ഒറിജിൻ, അതുപോലെ തന്നെ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിന്റെ ഒറിജിൻ എവിടെയാണ്. അദ്ദേഹം എന്നും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്നും അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം അറിയാൻ വേണ്ടി ആഗ്രഹിച്ച സംഭവം എന്ന് പറഞ്ഞാൽ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയിലെ ഒറിജിൻ എവിടെയാണ്. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അയാൾ കൂടുതലായിട്ട് ഏണസ്റ്റ് മെയർ എവല്യൂഷണറി ബയോളജി ആണ് കൂടുതലായിട്ട്, കാരണം അയാൾ ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. ഓക്കെ. പരിണാമത്തിനെ കുറിച്ചാണ് അയാൾ, പരിണാമ കാര്യങ്ങൾ വെച്ചിട്ടാണ് കൂടുതൽ നോക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ദ സെൻട്രൽ ക്വസ്റ്റ്യൻ ഓഫ് ബയോളജി, എവല്യൂഷണറി ബയോളജി. അപ്പോൾ അദ്ദേഹം എപ്പോഴും ചിന്തിച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി ബയോളജിനെ കൂട്ടുപിടിച്ചിട്ട് എന്നാൽ പരിണാമത്തിലൂടെ എങ്ങനെയാണ് സ്പീഷീസിൽ ഡൈവേഴ്സിറ്റി വന്നത്. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസിന്റെ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റി വന്നത്? പലതരം സ്പീഷീസുകളുണ്ട്, അതിലെങ്ങനെയാണ് ഡൈവേഴ്സിറ്റി വന്നതെന്ന് എന്നും ചോദിച്ച ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചതും അയാൾ ഏറ്റവും കൂടുതൽ പഠിച്ചതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. ഇതാണ് ഏറ്റവും കൂടുതൽ അയാൾ പഠിച്ചതും അയാൾ ചോദിച്ചതും. ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. റിസർച്ച് ഇൻ ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ. ഓർണിത്തോളജി. അതുപോലെ തന്നെ ടാക്സോണമി തന്നെ അതിനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ്. സൂ ജിയോഗ്രഫി എന്നാൽ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ആലോചിക്കുക എന്നാൽ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്
ഭൂമി. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു ഭൂമി. ഒരു ഭൂമിയിൽ തന്നെ പലതരത്തിലുള്ള ജോഗ്രഫികളുണ്ട്, പലതരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്, പലതരത്തിലുള്ള ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ആ ജോഗ്രഫിയിൽ എങ്ങനെയാണ് ആനിമൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? എന്നാൽ ഇപ്പോൾ ആഫ്രിക്കൻ സവാനകളിലാണ് നമ്മൾ കൂടുതലും സിംഹത്തിനെ കാണുന്നത്. അത് കേരളത്തിൽ നമ്മളെ വയനാട്ടിൽ നമ്മൾ സിംഹത്തിനെ നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, നമ്മൾ കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്ത് അനുയോജ്യമായ രീതിയിലുള്ള സാധനങ്ങൾ, അനുയോജ്യമായിട്ടുള്ള എന്താ പറയുക മൃഗങ്ങളാണ് ഓരോ സ്ഥലത്തും ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചത് സൂ ജിയോഗ്രഫി ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അതിനെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എവല്യൂഷൻ, പരിണാമത്തിനെ കുറിച്ച്, സിസ്റ്റമാറ്റിക്സിനെ കുറിച്ച് പഠിച്ചു. ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് ബയോളജി, ബയോളജീൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഫിലോസഫി, എല്ലാ സംഭവങ്ങളും. ഇതൊക്കെയാണ് നമ്മുടെ ഏണസ്റ്റ് മേയറിൻ്റെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം സംഭവങ്ങളൊക്കെ. പക്ഷെ ഇതെന്ന് പറയുന്നത് തന്നെ നമ്മൾ വെറും നമ്മുടെ എൻ സി ആർ ടി നമ്മുടെ എൻ സി ആർ ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഈ ജീവൻ നിലനിൽക്കുന്ന ഈ ഒരു ലോകത്ത് വളരെ ഡൈവേഴ്സിറ്റി നമ്മൾ കാണാൻ കഴിയും. നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ പാറ്റകളെ കാണാം, ചെറിയ ചെറിയ പാറ്റ, ഓക്കെ, പാറ്റയായി പറന്നു പോകുന്ന പക്ഷികളായി. അപ്പം നമ്മൾ എന്താണ് ഓരോ സാധനങ്ങളെ കാണാം, അതൊക്കെ ഡൈവേഴ്സിറ്റിയാണ്, അതൊക്കെ ഡൈവേഴ്സാണ്. അതൊക്കെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവം മീൻ ചെയ്യുന്നത്. ഇതൊക്കെ ഓക്കെ, ഇൻക്രീസ് ഏരിയ, നമ്മൾ ഏരിയകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നാലും നമ്മൾ പറയുകയാണ് ഇപ്പോൾ കോഴിക്കോട് മുഴുവൻ എന്ന് പറയുന്ന നേരം നമ്മളെ കോഴിക്കോടുള്ള വനാന്തര പ്രദേശങ്ങളിലൊക്കെ എന്തുണ്ട്, പലതരത്തിലുള്ള ജീവികളുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കടുവയും ആയി അല്ലേ. വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ വയനാട്ടിൽ ഇപ്പോൾ ഒരാൾ രാവിലെ വായിലൊക്കെ നോക്കുന്നേരം മുറ്റത്ത് നിൽക്കുന്ന കടുവയാണ്. അപ്പോൾ അതൊക്കെ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേറൊരു ഏരിയ ഓഫ് എന്താ പറയുക റിസർച്ചാണ്. അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, കടുവ എന്തുകൊണ്ട്, അതൊക്കെ വേറെ തന്നെ രീതി, അതൊന്നും അതിലേക്കും നമ്മൾ പോണ്ട. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട തന്നെ ഇൻക്രീസിങ് ഏരിയ കൂട്ടുന്നതിനനുസരിച്ച് ദ റേഞ്ച് ആൻഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസം. ഓക്കെ, ഓരോ ഇതിൻ്റെ എന്താ പറയുക വെറൈറ്റി, പലതരം വെറൈറ്റികൾ നമുക്ക് കാണാൻ ഇപ്പോൾ ഏരിയ കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ വെറൈറ്റി ഓർഗാനിസം കൂടും, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയും കൂടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഓക്കെ, ഡൈവേഴ്സിറ്റി കൂടുക പറഞ്ഞാൽ ഏരിയ കൂട്ടുന്നതനുസരിച്ച് തന്നെ ഡൈവേഴ്സിറ്റിയും കൂടും. പിന്നെ ലിവിങ് വേൾഡ് എന്നാൽ ജീവന്റെ ലോകം എന്ന് പറഞ്ഞ സംഭവത്തിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ലിവിങ്, എന്താണ് ജീവൻ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ ജീവിതം എന്ന് പറയുന്നത് എന്തിനാണ് ജീവിതം, അതിൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സയൻറ്റിസ്റ്റിന് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് പറയാൻ സയൻറ്റിഫിക്കലായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, നമ്മൾ മാനസികപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടോ ജീവൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ജീവൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവാനായിരിക്കും ജീവന്റെ പർപ്പസ്. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ജീവന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രണയമായിരിക്കാം. ചില ആൾക്കാർക്ക് എന്താ പറയുക നമ്മൾ ജീവന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടാത്തത് നമ്മൾ വിചാരിക്കുന്നത് അതാണ് നമ്മുടെ ജീവന്റെ പർപ്പസ് എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്താണ് ജീവൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ലിവിങ്, നമ്പർ ഓഫ് സ്പീഷീസ്. നമ്മൾ പലതരം സ്പീഷീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലതരം ഈ ലോകത്ത്, ഈ ഭൂമുഖത്ത് പല രീതിയിലുള്ള സ്പീഷീസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്ന അതിൽ ഹ്യൂമൻ സ്പീഷീസുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നായ, പട്ടി, പൂച്ച ഒക്കെ എന്താണ് ഓരോ സ്പീഷീസാണ്. അല്ല, നായും പട്ടിയും വേറെ വേറെ സ്പീഷീസ് അല്ല കേട്ടോ, ഒരേ സ്പീഷീസാണ്. ഓക്കെ, നായ വർഗ്ഗങ്ങളുണ്ട് ഒരു സ്പീഷീസ് വരുന്നു, പൂച്ച വർഗ്ഗങ്ങൾ ഒരു സ്പീഷീസ് വരുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോന്നും എന്താണ് ഓരോന്നും
പലതരത്തിലുള്ള സ്പീഷീസുകളാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് ഈ ഭൂമി മുഴുവൻ ഭൂമി മുഴുവൻ നോക്കുന്നത് 1.7 മുതൽ 1.8 മില്യൺ. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10:6 ആണ്. ഓക്കെ, 10:6. ഓക്കെ, 1.7 മുതൽ 1.8 മില്യൺ എന്നുണ്ട്. ഇപ്പോ നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്പീഷീസ്. ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് സ്പീഷീസ് എന്നാൽ ഓരോ സ്പീഷീസിന്റെ നമ്പറാണ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ഓക്കെ, പൂച്ച എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്, കടുവ ഒരു സ്പീഷീസ് ആണ്, സിംഹം മറ്റൊരു സ്പീഷീസ് ആണ്. അപ്പോൾ പലതരം സ്പീഷീസുകളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ജീവന്റെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൂമിയിലുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ഭൂമി മുഴുവനായിട്ട് നോക്കുന്നേരം 1.7 to 1.8 മില്യൺ. ഓക്കെ, ചിലപ്പോൾ ബില്യൺ ക്വസ്റ്റ്യൻ ഇപ്പോൾ ബില്യൺ ഉണ്ടാവും. അപ്പോൾ അവിടെ തെറ്റിപ്പോരുത്, മില്യൺ ആണ്. ഓക്കെ, 1.7 മുതൽ 1.8 മില്യൺ സ്പീഷീസ് ആണ് ഉള്ളത്. എത്ര സ്പീഷീസ് ആണെന്ന് വെച്ചാൽ 1.7 മുതൽ 1.8 മില്യൺ സ്പീഷീസ് ആണ്. 1.7 മുതൽ 1.8 മില്യൺ സ്പീഷീസ് ആണ്. ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എല്ലാ ജീവികളോടും ഒരുമിച്ച് നമ്മളൊരു അവിടെ കാണിച്ചു തരാം. ഭൂമിന്റെ മുകളിൽ നമ്മൾ എല്ലാ ജീവികളെയും ഒരു സ്ഥലത്ത് കൂട്ടി വെച്ച് ശേഷം എല്ലാ സ്പീഷീസുകളും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പറയുക ബയോഡൈവേഴ്സിറ്റി. അതിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത്. എന്നാൽ ടൈപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ഓക്കെ, ആൻഡ് അതിന്റെ എത്ര എണ്ണം എല്ലാ ജീവികളും, ലോകത്തുള്ള എല്ലാ ജീവികളും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പറയുക ഡൈവേഴ്സിറ്റി. അതിനാണ് നമ്മൾ പറയുക ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്നാൽ സകല ജീവികളെ, സകല ചരാചരങ്ങളെയും, ജീവനുള്ള എല്ലാ ജീവികളെയും പിടിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്പീഷീസ്, ഏതൊക്കെയാണ് ആ സ്പീഷീസ്, ഓക്കെ, ഏതൊക്കെ സ്പീഷീസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ അതിന്റെ എണ്ണം. ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വരുന്നേരാണ് നമ്മൾ എന്താ പറയാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് നോമൻക്ലേച്ചർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നെയിമിംഗ് ആണ്, പേരിടുക. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്കൊരു പേരിടുന്നുണ്ട്. ഈ ലോകം മുഴുവൻ നമുക്ക് ആ ഒരു പേര് ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പേരിടുന്നത്. അതല്ലെങ്കിൽ ഇന്ന് ഒരാള് ഒരു പേര് വിളിച്ചു, നാളെ മറ്റൊരാൾ വേറൊരു പേര് വിളിച്ചു. അങ്ങനെ ഇപ്പൊ നമ്മൾ കള്ളന്മാർക്കൊക്കെ പല ആൾക്കാരും പല പേരുകളും ഉണ്ട്. ഒരാൾക്ക് തന്നെ 10-20 പേരുകളുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. അപ്പോ അയാൾ എന്താണ്, അത് നമ്മൾ ഒരിക്കലും ഒരു നോമൻക്ലേച്ചർ ആയിട്ട് കൂട്ടില്ല. ഒരു പേര് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ പല രീതിയിലാണ് അറിയപ്പെടുന്നത്, ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുന്നേരം എന്താണ്, അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സയൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നോമൻക്ലേച്ചർ വന്നത്. നോമൻക്ലേച്ചർ പറഞ്ഞാൽ നെയിമിംഗ് ആണ്, പേരിടുന്നതാണ്. അത് ലോകം മുഴുവൻ ഒരൊറ്റ പേരായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ പേരിടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാനൊരു സംഭവം പറയാം. ഞാൻ പറയുകയാണെങ്കിൽ പൂച്ച എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. പൂച്ചേന്റെ ഒരു പിക്ചർ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ട്. പൂച്ച എന്ന് പറയുന്ന നിങ്ങൾ കുരങ്ങനെ ആലോചിക്കില്ല, ഇല്ലല്ലോ. ഞാൻ പൂച്ച എന്ന് പറയുന്നേരം നിങ്ങൾ ആലോചിക്കുന്ന പൂച്ച എന്നാൽ 4 കാലൊക്കെ ഉള്ള, എന്താ പറയുക, 4 കാലും അതുപോലെ തന്നെ ഇങ്ങനെ ചാടി നല്ല എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 4 കാലിൽ നിലത്ത് വീഴുന്ന ഒരു ജീവി. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്തൊരു സംഭവത്തിന് പേരിടുന്നതിന് മുന്നേ, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം അതിനെ തിരിച്ചറിയണം, എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ക്രൈബ്
എന്നാൽ when the organism is described correctly and we know what organism the name attached to. Okay. ആ പേര് ഏത് ജീവിയുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറയുക, നോമൻക്ലേച്ചറിന് വേണ്ടി പേരിടാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. സാധാരണ കൂടുതൽ പേരും നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ പേരിടാറുണ്ട്. പക്ഷെ മറ്റുള്ള ജീവികളൊന്നും നമുക്ക് അങ്ങനെ പേരിടാൻ പറ്റില്ല. എന്നാൽ കടുവേനൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അരിയിലെഴുതി പേരിടായില്ല, അത് കടിച്ച് തിന്നാട് പോകും. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പ്ലേസ് ഉണ്ടാവണം. അതിന് ഈ സംഭവത്തിനൊക്കെ ഒരു സ്ഥലം ഉണ്ടാവണം. വേണ്ടേ? വേണം. അപ്പോൾ ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. എന്താണ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ? ചെടികളെ, ഈ ചെടികൾക്ക് പേരിടുന്ന സ്ഥലമാണ് ICBN. ചെടികൾക്ക്, എല്ലാവിധ ചെടികൾക്കും പേരിടുന്ന സ്ഥലമാണ് ICBN. അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ കോഡാണ്. ഓക്കെ, ഇത് പഠിക്കണം. ഇന്റർനാഷണൽ, ഇത് വേറെ എന്തെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കും, ക്വസ്റ്റ്യൻ വരുന്നത് ഇന്റർനാഷണൽ കോഡ് എന്ന് പറയുന്നേരം വേറെ എന്തെങ്കിലും വാക്കുകൾ തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോഡ് ഓഫ് അല്ല, ഇവിടെ 4 ആണ്. ഓക്കെ, കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. പ്ലാന്റ്സിൽ എന്താണ്? പ്ലാന്റ്സിന് വെച്ചിട്ടാണ് നമ്മൾ ഈ 4ഉം ഓഫും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് ബാക്കിയെല്ലാം സെയിം ആണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് ഉണ്ടാവും, ഇന്റർനാഷണൽ കോഡ് ഓഫ് 4, ഇത് മാറ്റുള്ളൂ. പിന്നെ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZN, സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാൽ എന്താണ്? ജീവികൾ, ആനിമൽസിന് വേണ്ടിയിട്ടാണ്. ആനിമൽസിനാണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ICBN ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഈ 4 ഓഫ് മാറിപ്പോരുത്. ഇതിനുവേണ്ടി നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ്, നമ്മൾ ഈ 4 ആണെങ്കിലും 6 ആണെങ്കിലും 4 അടിക്കണത് എങ്ങനെ, എന്ത് വെച്ചിട്ടാണ്? ബാറ്റ് വെച്ചിട്ട്. ബാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ആണ് അല്ലേ? ആ ബാറ്റ് ഉണ്ടാക്കിയ എന്താണ്? ഒരു പ്ലാന്റ് നിന്നാണ് ആ ബാറ്റ് ഉണ്ടാക്കിയത് അല്ലേ? ഒരു ചെടിയാണ്, ഒരു മരമാണ്, ആ മരത്തിൽ നിന്നാണ് ആ ബാറ്റ് ഉണ്ടാക്കുന്നത്. ആ ബാറ്റ് വെച്ചിട്ട് നമ്മൾ 4 അടിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോഡ് 4 ആണെന്ന് പഠിച്ചു വെക്കാം. പോരാത്തതിന് നമുക്ക് എന്ത് വേണം? ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ വരുന്നേരം നമുക്ക് പേരിടാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാനൊരു സംഭവം ഉണ്ടാക്കി, ഇപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഓരോരോ എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, BR അംബേദ്കർ മാത്രമല്ല, കുറെ പേര് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ്റെ എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം അല്ല. നമ്മൾ ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് സിസ്റ്റം അല്ല. നമ്മളിവിടെ ഓക്കെ അല്ല എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഓക്കെ ആവാം. അപ്പോൾ എന്താണ്, അവിടെ എന്ത് വരും? ഒരു ഡിഫറൻസ് ഉണ്ടാവും, ഒരു പ്രശ്നങ്ങളുണ്ടാവും. അതിന് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. പക്ഷെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന സംഭവത്തിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ റൂളായിട്ട് പോകരുത്. അപ്പൊ നമ്മൾ പറയുന്നു ഈച്ച് നെയിം, ഓരോ പേരിന് എന്തുണ്ട്? 2 കോമ്പോണന്റ് ഉണ്ട്. ഒന്നാമത്തെ കോമ്പോണന്റ് പേരാണ് ജനറിക് നെയിം, രണ്ടാമത്തത് സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പീഷീസ്. ജനറിക് നെയിമും അതുപോലെ തന്നെ സ്പീഷീസ് നെയിമാണ് എന്തുണ്ട്? ഒരു പേരിന്റെ 2 കോമ്പോണൻസ് എന്നുണ്ട്. ആദ്യം എന്താണ്? ആദ്യത്തെ ജനറിക് നെയിമാണ്, ജീനസ്. രണ്ടാമത്താണ് സ്പീഷീസ്. ഓക്കെ, ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്താ പറയുക? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ബൈനോമിയൽ 2 പേരുള്ള നോമൻക്ലേച്ചർ, അതാണ് ഇതിന്റെ അർത്ഥം. ബൈനോമിയൽ 2, ബൈ എന്ന് പറഞ്ഞാൽ 2, നോമിയൽ എന്ന് പറഞ്ഞാൽ പേര്, 2 പേരുള്ള പരിപാടിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഉണ്ട്. മാങ്ങേനെ നമ്മൾ എന്താ പറയുക? മാഞ്ചിഫെറ ഇൻഡിക്ക. ഓക്കെ, ഇന്ത്യയിലുള്ളതാണ് ഇൻഡിക്ക. ഓക്കെ, മാഞ്ചിഫെറ ഇൻഡിക്ക. ഇതിന്റെ ഒറിജിനും അതുപോലെ തന്നെ പേരിടുന്ന പല സംഭവങ്ങളും ബേസ് ചെയ്തിട്ടാണ് പേരിടുക. ഓക്കെ, മാഞ്ചിഫെറ ഇൻഡിക്ക. ഈ ബൈനോമിയൽ 2 പേരിടുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ തന്നാരാണ്? കാർൽ ലിനേയസ്.
കരോളസ് ലിനേസോ, കാൾ ലിനേസ്. ഇവിടെ കാണാം വെളുത്ത് തുടുത്ത് നിൽക്കുന്ന ഈ സുന്ദരക്കുട്ടനെയാണ് നമ്മൾ കാൾ ലിനിയസ് ആണ്. കാൾ ലിനിയസ്. ഓക്കെ. ഈ കാൾ ലിനിയസിന് എന്താ തന്നത്? കാൾ ലിനിയസ് എന്ത് തന്നു വെച്ചാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് മാംഗോ, മാഞ്ചിഫറ, ഇൻഡിക്ക, 2 പേരുണ്ട്. അതിൽ ആദ്യത്തെ പേരെന്താണ്? ജനറിക് നെയിം. രണ്ടാമത്തെ പേരെന്താണ്? സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇപ്പോൾ ആദ്യം രണ്ടാമത് പറഞ്ഞാൽ ആൽഫബറ്റ് ഓർഡർ ആലോചിച്ചാൽ ജിയും എസും ആണ്. സ്പീഷ്യസും ഉണ്ട്, അതുപോലെ തന്നെ ജീനസ് ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ജി ആണ് അല്ലേ? ആദ്യം വരുന്ന ജി ജീനസ് ആണ്, രണ്ടാമത് വരുന്ന എസ് സ്പീഷ്യസ്. 2 കോമ്പൗണ്ട് ഉണ്ട് എന്ന് പഠിച്ചു. ഒന്നാമത്തത് ജനറിക് ആണ്, രണ്ടാമത്തെ സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷ്യസ് നെയിം. ഇപ്പോൾ ICB എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡാണ്, 4 ആണ്. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്, 4 ആണ്. അത് പ്ലാന്റ്സിനാണെന്ന് പഠിച്ചു. ഇപ്പോൾ ആനിമൽസിനാണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZ. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റൂൾ ഓഫ് നോമൻക്ലേച്ചർ. എന്നാൽ പേരിടുന്നതിന് കുറേ റൂളുകളുണ്ട് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇത് യൂണിവേഴ്സൽ റൂളാണ്. ലോകം മുഴുവൻ ഒറ്റ നിയമം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ നമ്മുടെ കേരളത്തിന് കോഴിക്കോടുള്ള എനിക്ക് ഒരു നിയമമോ പാലക്കാടുള്ളൊക്കെ വേറൊരു നിയമം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു നിയമം. ഓക്കെ. ബയോളജിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ജനറലി ലാറ്റിൻ ആണ്. ഈ ലാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ നെയിം പറഞ്ഞാൽ പേരിടാൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ വെച്ചാൽ ലാറ്റിൻ ആണ്. ആ ലാറ്റിൻ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നാൽ അതൊക്കെ ഒരു ഡെഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. അത് ഡെഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. അതിലൊന്നും ഇനിയൊരു പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരുന്ന മാറ്റങ്ങളില്ലാത്തൊരു ലാംഗ്വേജ് ആണെന്നേരം നമ്മളത് വിശ്വസിച്ച് അതുപോലെ തന്നെ അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ആക്കാൻ നമ്മൾ പേരിടുന്ന സംഭവത്തിന് ഒരിക്കലും അത് മാറില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്, എന്നാൽ ഇങ്ങനെ ചരിച്ചെഴുതുന്നതാണ് നമ്മൾ ഇറ്റാലിക്സ് എന്ന് പറയാം. ഓക്കെ. എപ്പോഴും ഈ ബയോളജിക്കൽ നെയിം എന്നാൽ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ബയോളജിക്കൽ നെയിം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്ക ഇത് എഴുതിയിട്ടുണ്ടല്ലോ, മാഞ്ചിഫറ ഇൻഡിക്ക ഇങ്ങനെ ചരിച്ചാണ് എഴുതിയത്, നേരല്ല എഴുതിയത്. ഇതിനെയാണ് നമ്മൾ ഇറ്റാലിക്സ് എന്ന് പറയാം. എപ്പോഴും സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എഴുതുന്ന നേരം അത് ഇറ്റാലിക്സിൽ തന്നെ എഴുതണം. ഇപ്പൊ നമ്മൾ ഇറ്റാലിക്സിൽ എഴുതിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ മാഞ്ചിഫറ ഇൻഡിക്ക നമ്മൾ സാധാരണ പോലെ എഴുതി മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ 2 വര വരയ്ക്കണം. ഓക്കെ. സെപ്പറേറ്റ്ലി അണ്ടർലൈൻ, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ. ഒരൊറ്റ വര പോരാ. ഒരൊറ്റ വര എന്നാൽ മാഞ്ചിഫറ ഇൻഡിക്ക ഒരൊറ്റ വര വരച്ചിട്ട് കാര്യമില്ല. മാഞ്ചിഫറ വേറെ, ഇൻഡിക്ക വേറെ, രണ്ടും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ലാറ്റിൻ ഒറിജിൻ. അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക? ലാറ്റിൻ ഒറിജിൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് ഇറ്റാലിക്സ് അല്ല ചരിച്ച് അതിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇതിൽ പറയുന്നത് തന്നെ ജനറലി ലാറ്റിൻ ആണ്. ആൻഡ് ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. ഇപ്പോൾ ഒറിജിൻ എന്ന് പറഞ്ഞപ്പോൾ മാംഗോന്റെ ഒറിജിൻ നമ്മൾ പറയുന്നു ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള ഒറിജിനുള്ള മാംഗോ ഇപ്പോൾ മാഞ്ചിഫറ ഇൻഡിക്ക. പക്ഷേ അത് നമ്മൾ ഇറ്റാലിക്സിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഹിന്ദി എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളത് എഴുതുന്ന പോലെയോ മറ്റുള്ള ലാംഗ്വേജ് എഴുതുന്ന പോലെ സ്ട്രെയിറ്റ് ആയി എഴുതാൻ പറ്റില്ല. എപ്പോഴും ഇറ്റാലിക്സിൽ എഴുതണം. ഓക്കെ. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. അത് എവിടുന്ന് ഉണ്ടായി എന്നുള്ളതിന് ഒരു കാര്യമില്ല. ആരുണ്ടാക്കി എവിടുന്ന് ഉണ്ടാക്കി എന്നുള്ളതല്ല. നമ്മൾ എഴുതുന്നുണ്ടോ നമ്മൾ ഇറ്റാലിക്സിൽ എഴുതാൻ പാടുള്ളൂ. അഥവാ നമ്മൾ അല്ലാതെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ അണ്ടർലൈൻ ചെയ്യണം. അതും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. പോരാത്തതിന് ജീനസ് എന്ന് പറയുന്നത് ക്യാപിറ്റലും സ്പീഷ്യസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു സംഭവം എഴുതുന്നാലും ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതിയതിനു ശേഷമല്ലേ സ്മോൾ ലെറ്റർ എഴുതാൻ. ഇപ്പോൾ നമ്മളൊരു പേര്, ഇപ്പോൾ ഒരാളെ പേരാണ്, ഇപ്പോൾ ഒരാളെ പേര് നമ്മൾ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അയാളുടെ പേര് തന്നെ ഡി എന്ന് പറഞ്ഞ ആ ഡൊണാൾഡ് അല്ലേ, ആ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റർ എഴുതില്ലല്ലോ. ഡി നമ്മൾ വലിയ അക്ഷരത്തിൽ എഴുതും അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ ഡി ഡൊണാൾഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വരുന്നതൊക്കെ സ്മോൾ ലെറ്റർ അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ജീനസ് എന്ന് പറയുന്നതിൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സ്പീഷ്യസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഷ്യസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ.
നെയിം ഓഫ് ദ ഓതർ. ഇത് കണ്ടെത്തിയത് ആരാണോ അല്ലെങ്കിൽ ആരാണോ പേരിട്ടത് അയാളെയാണ് നമ്മൾ ഓതർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓതറിന്റെ പേര് മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. എന്നാൽ ഇത് ഈ ജീനസ് പേരും സ്പീഷ്യസ് പേരും കഴിഞ്ഞതിന് ശേഷമാണ് ഓതറിന്റെ പേര്. ഓക്കെ. ആഫ്റ്റർ ദ സ്പീഷ്യസ് നെയിം അറ്റ് ദ എൻഡ് ഓഫ് ബയോളജിക്കൽ നെയിം റിട്ടൺ ഇൻ അബ്രിവേറ്റഡ് ഫോം. എന്നാൽ ഇത് നമ്മൾ ഫുൾ ഫോമിൽ എഴുതി വെച്ചാൽ, എന്നാൽ മാഞ്ചിഫറ ഇൻഡിക്ക കാർലിനിയസ് അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി. അങ്ങനെ എഴുതി വലിയ പേരായി. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓതറിന്റെ പേര് നമ്മൾ അബ്രിവേറ്റഡ് ഫോം. എന്നാൽ ഓരോ സയന്റിസ്റ്റിനും ഓരോ അബ്രിവേറ്റഡ് ഫോം ഉണ്ട്. ഇപ്പോൾ കാൾ ലിനേഴ്സിന്റെ അബ്രിവേറ്റഡ് ഫോം എന്താണെന്ന് വെച്ചാൽ ലിൻ ആണ്, LINN. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഇതിന്റെ ടോപ്പ് പൂർണ്ണമായിട്ടുള്ള സയന്റിഫിക് നെയിം നമ്മൾ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സൽ സിസ്റ്റം നമ്മൾ പഠിച്ചു. ഓക്കെ. സോ ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ. എന്നാല് നാളെ നമ്മൾ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മുഴുവനായിട്ട് തീർക്കുന്നതായിരിക്കും. 11ാം ക്ലാസ് 11th അതുപോലെ തന്നെ 12th നമ്മൾ മുഴുവനായിട്ട് ബയോളജി പോർഷൻ, ഇൻക്ലൂഡിങ് നമ്മൾ ബയോളജി പോർഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നീറ്റ് എക്സാം ആണെങ്കിലും മറ്റുള്ള എക്സാമുകളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാൽ ഈ കാലത്തിൽ, നമ്മുടെ ഈ ഒരു കാലത്തിൽ നല്ല എഡ്യൂക്കേഷൻ വളരെ ഫ്രീ ആണ്. ഓക്കെ. നമ്മൾ കുറേ പണം മുടക്കി ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് സെർച്ച് ചെയ്യണം. നമ്മളത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ പറയുക, പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അത് നമ്മൾ പണ്ട് പറഞ്ഞ അന്വേഷിക്കും കണ്ടെത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ അതുപോലെ തന്നെ നോളജ് കണ്ടെത്തുക. നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, ഫ്രീ ആണ്, ഫ്രീ ആയിരിക്കണം, എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഇപ്പൊ ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനും നീറ്റ് എക്സാം ഒക്കെ എഴുതിയ ഒരാളാണ്. നീറ്റ് എക്സാം എഴുതിയ സമയത്ത് തന്നെ കഴിഞ്ഞാൽ കുറേ പൈസ എന്നാൽ വെറുതെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വെറുതെ അല്ല, പഠിക്കാൻ വേണ്ടിയുള്ള സംഭവത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഒരിക്കലും വരില്ല. അവരെപ്പോഴും എന്ത് പറയും, അവർ കോച്ചിങ് സെന്ററിലേക്ക് പോയിട്ട് അവിടെയാണ് നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ തരിക, നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ തരിക. ഓരോ ലൈൻ ടു ലൈൻ നിങ്ങളെ പഠിപ്പിക്കുക. ഓരോ ലൈൻ ടു ലൈൻ എന്താണ് അതിന്റെ മീനിങ്, അതിനെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പഠിപ്പിച്ചു തരിക. അതെങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരിക. ഓക്കെ. നല്ല ട്രിക്സും ടിപ്സും അതുപോലെ തന്നെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതിന് അതിൻ്റെതായ രീതിയും പഠിക്കുന്നതിന് അതിൻ്റെതായ ശൈലികളൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ ശൈലി വ്യത്യസ്തമായിരിക്കും. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരൊറ്റ വായന എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് മുതൽ ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ സംഭവം മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ടാണ് വരിക. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരൊറ്റ ഒന്ന് പോലും നിങ്ങൾ പഠിക്കാതെ അല്ലെങ്കിൽ കഴിയാതെ പോയിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. നമ്മൾ ബയോളജി എന്നുള്ള സബ്ജക്റ്റുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. Then thank you very much.